ഒരു യുദ്ധവും ഒരു സംഘർഷവും അവിടുത്തെ സാധാരണ മനുഷ്യന് ഒന്നും നേടിക്കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു ചരിത്രവുമില്ല. പലായനങ്ങളും വേദനകളും നഷ്ടങ്ങളും മാത്രം അത് സൃഷ്ടിക്കും. ടൂറിസത്തെ ആശ്രയിച്ച് അന്നത്തിന് വക കണ്ടെത്തിയ കശ്മീരിലെ 10,000-കണക്കിന് ജീവിതങ്ങളിലേക്കാണ് ഒരു തീവ്രവാദി കൂട്ടം വെടിയുതിർത്തത്. തുടർന്നങ്ങോട്ട് യുദ്ധഭീതിയുടെ ദിനരാത്രങ്ങളിലൂടെ രാജ്യം കടന്നുപോയി. കശ്മീർ ടൂറിസം പച്ച പിടിച്ചു തുടങ്ങിയ സമയത്താണ് രാജ്യത്തിൻ്റെ നെഞ്ചിലേക്ക് തീ കോരിയിട്ട പഹൽഗാം ഭീകരാക്രമണം. തുടർന്നുണ്ടായ പ്രത്യാക്രമണം കശ്മീർ പഞ്ചാബ് അതിർത്തി ഗ്രാമങ്ങളിൽ സൃഷ്ടിച്ചത് ഭീതിയും ദുരിതവും. ഇന്ത്യൻ സ്വിസ് എന്നറിയപ്പെടുന്ന 2 ഇടങ്ങളുണ്ട് രാജ്യത്ത്. പഹൽഗാമും ഹിമാചലിലെ ഖജിയാറും. പുൽമേടും ദേവദാരു വൃക്ഷങ്ങളും പൈൻമരങ്ങളാലും ചുറ്റപ്പെട്ട വനസ്ഥലി. പഹൽഗാം കൂട്ടക്കൊലയോടെ 90% ടൂർ പാക്കേജും ക്യാൻസൽ ചെയ്യപ്പെട്ടിരുന്നു. ടൂറിസം ലാക്കാക്കി ജീവിക്കുന്ന 10,000-കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം കരിനിഴലിലായി. തുടരാക്രമണങ്ങളുണ്ടായി. ഇന്ത്യൻ പ്രത്യാക്രമണവും പാക്ശലികളും അതിർത്തി ഗ്രാമങ്ങളുടെ ജീവിതം കൂടുതൽ ആശങ്കയിലാക്കി. ദുരിതത്തിലും വീടുകളും സ്കൂളുകളും തകർന്നു. ഉറ്റവരെ നഷ്ടമായി. തീവ്രവാദത്തിൻ്റെ യുദ്ധങ്ങളുടെ ഇര സിവിലിയൻസാണ് എക്കാലത്തും. ഹൗസ് ബോട്ടുകൾ നിശ്ചലമായ ആരും വരാനില്ലാത്ത ദിനങ്ങളിലൂടെ കശ്മീർ ടൂറിസം കടന്നുപോയിട്ട് 1 മാസമാകാൻ പോകുന്നു. ദാൽ തടാകമടക്കം എല്ലായിടത്തും പഹൽഗാമിന് ശേഷം അതാണ് അവസ്ഥ. ശ്രീനഗറിൽ ടുലിപ്പ് ഫ്ലവർ ഗാർഡൻ തുറന്ന സമയത്താണ് ആക്രമണം ഉണ്ടായത്. ടൂറിസ്റ്റ് സീസൺ 20,000 കോടിയുടെ വാർഷിക വരുമാനം സംസ്ഥാനത്തിനുണ്ടാക്കുന്ന ടൂറിസം ഇതോടെ തീർന്നു. സഞ്ചാരികളായ ഞങ്ങളുടെ അതിഥികൾ കൊല്ലപ്പെടുന്നത് സഹിക്കാനാവില്ല. കശ്മീർ ഹൗസ് ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ ചെയർമാൻ മൻസൂർ പക്തൂൺ അന്ന് പറഞ്ഞു. ടൂർ ക്യാൻസൽ കോളുകൾ മാത്രം വന്ന നാളുകൾ. പിന്നീട് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പൂർണ്ണമായും ജനജീവിതം മറ്റൊരു ഘട്ടത്തിലേക്ക് വഴിമാറി. 2024-25 സാമ്പത്തികാവലോകന റിപ്പോർട്ട് പ്രകാരം 2 വർഷത്തിനിടെ വലിയ മാറ്റം കശ്മീർ ടൂറിസത്തിലുണ്ടായി. 2021 6,65,000 സഞ്ചാരികളെത്തിയ സ്ഥലത്ത് 2024 35 ലക്ഷം പേർ വന്നു. 2021 1,614 വിനോദസഞ്ചാരികളെത്തി. 2024 43,000 വിദേശ വിനോദസഞ്ചാരികൾ. പഹൽഗാം വെടിവെപ്പിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ 20,000 ഹോട്ടൽ മുറികൾ ഒറ്റയടിക്കാണ് ക്യാൻസൽ ചെയ്യപ്പെട്ടത്. പഹൽഗാം ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജാവേദ് ബർസ പറഞ്ഞു. പഹൽഗാമിന് ശേഷമുണ്ടായ നിരവധിയായ ആക്രമണങ്ങൾ തകർന്ന വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഇടയിൽ നിന്നിനി ടൂറിസം പഴയ നില കൈവരിക്കാൻ കശ്മീരിൽ ഒരുപാട് സമയമെടുക്കും. പ്രത്യേകിച്ചും ടൂറിസ്റ്റുകളെ തീവ്രവാദികൾ ലക്ഷ്യം വെച്ചതിനാൽ അവരുടെ വരവ് വലിയ ആശങ്കയിലാണ്. പഹൽഗാമോടെ റദ്ദാക്കിയ ഇന്ത്യ പാക് നദീജല കരാർ അതിർത്തി ഭീകരവാദം പാകിസ്ഥാൻ നിർത്താതെ പുനഃസ്ഥാപിക്കില്ലെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2016 ഉറിയിൽ 19 സൈനികർ കൊല്ലപ്പെട്ടപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞു, രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല. 2019 പുൽവാമ ഭീകരാക്രമണം നടന്നപ്പോൾ കശ്മീരിലേക്ക് ജലം തിരിച്ചുവിടാനുള്ള പദ്ധതി ഇന്ത്യ പ്രഖ്യാപിച്ചു. കരാർ നവീകരിക്കാൻ പാകിസ്ഥാന് നോട്ടീസും അയച്ചു. പഹൽഗാമോടെ കരാർ തന്നെ റദ്ദാക്കപ്പെട്ടു. കുടിവെള്ളം, കൃഷി എന്നിവയ്ക്കായി ലാഹോർ, കറാച്ചി അടക്കം വൻ നഗരങ്ങളും 1000-കണക്കിന് ഗ്രാമങ്ങളുമാണ് 80% ജലം ഉപയോഗിക്കുന്നത്. കരാർ റദ്ദായതോടെ കോടിക്കണക്കിന് ക്യൂബിക് മീറ്റർ ജലം പൂർണ്ണമായി നിഷേധിക്കുകയോ തടഞ്ഞുവെക്കുകയോ അസാധ്യമാണ് ഇന്ത്യക്ക്. പ്രായോഗികമല്ല അത്. ഭീമൻ ജലശേഖരണികളോ ജലം തിരിച്ചുവിടാനുള്ള വലിയ കനാൽ സംവിധാനങ്ങളോ കുറവാണ് ആ മേഖലയിൽ.
ഷട്ടറുകൾ തുറക്കുന്നതോ വെള്ളം വഴിമാറ്റി തിരിച്ചുവിടുന്നതോ മാത്രമാണ് പോംവഴി. പക്ഷേ ഇതുണ്ടാക്കുന്ന പ്രളയവും ആശങ്കയാണ്. ജലം കുറച്ചുകൊണ്ടുവന്ന് പാക് മേഖലയിൽ വേണമെങ്കിൽ വരൾച്ച സൃഷ്ടിക്കാം. കൂടുതൽ ജലമൊഴുക്കിവിട്ട് ജലപ്രളയവും. പക്ഷേ വിലക്ക് നീണ്ടാൽ ബ്രഹ്മപുത്രയിലെ ജലം ചൈന തടയും. നേരത്തെ ബ്രഹ്മപുത്രയുടെ പോഷക നദി അടച്ച് ചൈന വൈദ്യുത പദ്ധതി നടപ്പാക്കിയിരുന്നു. എന്നാൽ പാക് പ്രകോപനങ്ങൾക്ക് തിരിച്ചടി നൽകില്ലെന്ന നയതന്ത്ര അനിവാര്യതയിൽ നിന്ന് ഇന്ത്യക്ക് മാറി നിൽക്കാനുമാകില്ല. തീവ്രവാദ ആക്രമണ ഘട്ടത്തിലെടുത്ത ഈ നിലപാട് തുടരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രസക്തമാണ്. ലോകരാജ്യ ഇടപെടലിൽ ഒരുപക്ഷെ മാറ്റം വന്നേക്കാമെങ്കിലും इस देश के लिए कभी भी हिंदुस्तान का मुसलमान अपने देश के लिए कुर्बान होने के लिए तैयार है. ചരിത്രപരമായി കശ്മീർ ആക്രമണങ്ങളും അനിശ്ചിതാവസ്ഥകളും പല കാലങ്ങളിൽ അഭിമുഖീകരിച്ച ജനതയാണ്. യുദ്ധമുൻപിലൂടെ പലവട്ടം പോയ മനുഷ്യലോകം. ഒരർത്ഥത്തിൽ ആ ജനത ഇപ്പോൾ യുദ്ധാവശിഷ്ടങ്ങൾക്കിടയിലാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിലെല്ലാം കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറഞ്ഞ വാക്കുകളും സമീപനവും അവിടുത്തെ ജനങ്ങളുടെ ഹൃദയത്തെ തൊടുന്നതായി. പക്വതയോടെ സൗമനസ്യത്തോടെ ഒമർ കശ്മീരി ജനതയോട് സംസാരിച്ചു. സഞ്ചാരികളുടെ ഈ ഇഷ്ടദേശത്തിന് ഇനി തിരിച്ചു വന്നേ പറ്റൂ. കാരണം വിശപ്പിൻ്റെ അതിജീവനത്തിൻ്റെ പ്രശ്നമാണത്. നടൻ അതുൽ കുൽക്കർണി BBC ഹിന്ദിക്ക് നൽകിയ അഭിമുഖത്തിൽ ഇങ്ങനെ പറഞ്ഞു: കശ്മീർ യാത്രകൾ ക്യാൻസൽ ചെയ്യരുത്, വരണം ഇവിടേക്ക് ഇനിയും. വെടിയൊച്ചകളില്ലാത്ത സാധാരണ നിലയിലേക്ക് ടൂറിസം തിരിച്ചു വരാൻ, മനുഷ്യരുടെ വേദനകൾ മായാൻ എത്ര നാളുകളെടുക്കുമെന്നറിയില്ല. പ്രകൃതി സുന്ദരമായ കശ്മീരിന് എത്രയും വേഗം അതിന് സാധിക്കട്ടെ.